പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വികസന രേഖകൾ തലസ്ഥാനത്തേക്ക് മാറ്റിമറിക്കും എന്താണ്? വളരെ പ്രതീക്ഷയോടും വളരെ ആകാംക്ഷയോടും നമ്മളിങ്ങനെ കാത്തിരിക്കുക. പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടിയും അദ്ദേഹം വന്നാൽ ഇവിടെ തിരുവനന്തപുരം വഴി നമ്മുടെ ഈ നാട്ടിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വളരെയധികം മാറ്റം സംഭവിക്കാൻ പോവുക. നമ്മുടെ നാടങ്ങ് മാറാൻ പോവുക, കേരളമാകെ എന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് നേരിട്ട് കേൾക്കാനാണ് ആരോഗ്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അത്രയധികം ആവേശമാണല്ലേ മോദിജി തലസ്ഥാനത്ത് എത്തുമ്പോൾ? ആവേശത്തിൻ്റെ എന്താ പറയുക, തിരമാല അടിയുടെ ഓരോ പ്രവർത്തനം ഇങ്ങോട്ട് വരുന്ന വഴിക്കല്ല എന്താണ് അദ്ദേഹത്തെ കാണാൻ മാത്രമല്ല അതിൻ്റെ പ്രഖ്യാപനം എന്താണ്, ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യാൻ പോകുന്ന പ്രകടമായ പദ്ധതികൾ മാറ്റിമറിക്കുമല്ലേ അദ്ദേഹത്തിന്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു വികസന മാതൃകകൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ ഇനി. തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ നല്ലൊരു ഭരണം വരാത്തതിൻ്റെ പേരിലാണ്. രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട ഒരു ഭരണമാണ് ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. ദേശീയ താല്പര്യവും ദേശീയ ബോധമുള്ള ഭരണാധികാരികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ ബോധമുള്ള, ദേശീയത്തോടുള്ള സ്നേഹമുള്ള ഒരു വലിയൊരു ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിച്വൽ കൺട്രിയായ ഭാരതത്തിന് ഒരു സ്പിരിച്വൽ നേതാവ് വന്നതുകൊണ്ടുകൂടി ഒരുപാട് മാറ്റങ്ങൾ സ്പിരിച്വലായി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയും നാൾ വന്നതുപോലെയല്ല ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം ആദ്യമായിട്ട് BJP എടുത്തതിന് ശേഷം ഒരു കോർപ്പറേഷൻ BJP മേയർ അദ്ദേഹത്തെ വരവേൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന് ഈ ഒരു വരവിനുണ്ട്. കഴിഞ്ഞ ഒരു 40-45 വർഷത്തിന് മുമ്പ് ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു ഭരണത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ഒരാളാണ്. എല്ലാ പരിപാടികളിലും പ്രഖ്യാപിക്കാറുണ്ട്, ബഡ്ജറ്റിൽ ഒരുപാട് 100 കാര്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ അതിൽ 1-2 മാത്രം ഒഴിച്ച് ബാക്കി ഒന്നും നടപ്പാറില്ല. അത്തരം പ്രഖ്യാപനങ്ങൾ ഇതോടുകൂടി നടപ്പാക്കപ്പെടും എന്നാണ് ഊർജ്ജസ്വലനായ ഒരു മേയർ, അദ്ദേഹത്തിനോട് നല്ലൊരു ടീം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം, സമൂലമായ ഒരു മാറ്റം ഈ തിരുവനന്തപുരം വഴി കേരള രാജ്യത്തിനുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.